ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ഭാഗ്യവചനധാരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വചന ശുശ്രൂഷ നടത്താൻ സാധിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഉരുവിട്ട സങ്കീർത്തനം, അതെ 22-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ക്രൂശിലെ 7 മൊഴികളിൽ ഒന്നായി കർത്താവ് ഉച്ചരിച്ചത് ഇതിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ക്രൂശിലെ വേദനയുടെ പാരമ്യതയിൽ ഒരു ചോദ്യമുയർത്തിയതാണിത്. ഒരു മനുഷ്യന് ശാരീരിക വേദനയല്ല ഏറ്റവും ദുസ്സഹമായിട്ടുള്ളത്, മറ്റുള്ളവർ നമ്മളെ പരസ്യമായി പരിഹസിക്കുമ്പോഴുള്ള വേദന. ഇത് രണ്ടും യേശു ക്രൂശിൽ കിടന്ന് അനുഭവിച്ചു. കൂടാതെ ദൈവം തന്നെ നിരസിച്ചു എന്ന ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ തീവ്രമായ ദുഃഖം. അമർഷവും കയ്പും നിറഞ്ഞ വാക്കുകളല്ല ചോദ്യത്തിലുള്ളത്. ഹൃദയത്തെ അലട്ടുന്നതും ഉത്തരം കാണാൻ കഴിയാത്തതുമായ ഒരു ചോദ്യമാണിത്. വേദനയുടെ പാരമ്യതയിലും ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും കൈവെടിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ വിളി 3 പ്രാവശ്യം ആവർത്തിക്കുന്നുമുണ്ട്. ദൈവം ഉത്തരം കൊടുക്കാത്തപ്പോഴും വേദനയെ കൂടി കടക്കേണ്ടി വന്നപ്പോഴും എൻ്റെ ദൈവം എന്ന് തന്നെയാണ് പ്രസ്താവിക്കുന്നത്. പൂർവപിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ നോക്കി വിളിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരെ ഉദ്ധരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും അവരെ നിരസിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ നിലവിളി കേൾക്കുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ്റെ ചിന്ത. 11-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ കൈവിട്ട് അകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ അനേകം കഷ്ടതകൾ ഉണ്ടാകാം. ആ സമയം നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുകയല്ല വേണ്ടത്. ദുഃഖവും സഹനവും ഞെരുക്കവും സഹിക്കാത്ത ഒരു വ്യക്തിയും ഇല്ല. ഏറ്റവും തീവ്രമായ വേദന ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ നാം ചോദിച്ചേക്കാം, എന്നെ കൈവിട്ടതെന്ത്? എന്നാൽ വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഏറ്റുപറയുകയും ഉറക്ക വിളിക്കുകയും ചെയ്യണം, എൻ്റെ ദൈവമേ എന്ന്. തീവ്രമായ വേദനയിൽ ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കണം. നമ്മുടെ ദുഃഖത്തിൽ മാത്രമല്ല നാം ദൈവത്തെ വിളിക്കേണ്ടത്. ഇടയ്ക്ക് നമുക്കൊരു തിരിഞ്ഞു നോട്ടമാകാം. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ചിന്തകൾ കാണാനും സ്വയം തിരുത്താനും ഉത്തേജിതരാകാനും അത് സഹായിക്കും. മനുഷ്യൻ കേവലം 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയല്ല. അവനിൽ ഈശ്വരാംശം സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഈശ്വരനുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ അവൻ്റെ ആന്തരാത്മാവ് സംതൃപ്തമാകുകയുള്ളൂ. ഈ സത്യമാണ് അഗസ്തീനോസ് വെളിപ്പെടുത്തിയത്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവ് നിന്നെ സ്വസ്ഥത കണ്ടെത്തുന്നതുവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. നമ്മുടെ പാപ വേദനയിൽ നിന്നും രോഗശാന്തിയിൽ നിന്നും സൗഖ്യം നൽകുന്ന ദൈവത്തോടുള്ള നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരണം. വിശ്വാസികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച നല്ല കാര്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കുവാൻ നമുക്ക് കഴിയണം. സദ്വാർത്ത ലോകമെങ്ങും വ്യാപിപ്പിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. 2024 ദൈവം തന്ന എല്ലാ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പുതുവർഷം എല്ലാവർക്കും ആരോഗ്യവും സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. വളരെ സന്തോഷത്തോടെ നന്ദി.